യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളെയും നിബന്ധനകളെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ലളിതമായി താഴെ നൽകുന്നു. പ്രധാനമായും 3 വിഭാഗങ്ങളിലായാണ് ഇവ തിരിക്കപ്പെട്ടിരിക്കുന്നത്. 1. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. യൂട്യൂബിൽ എല്ലാവർക്കും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉറപ്പാക്കാനാണ് ഈ നിയമങ്ങൾ. ഇവ ലംഘിച്ചാൽ വീഡിയോ നീക്കം ചെയ്യപ്പെടുകയോ ചാനൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ചെയ്യാം. അപകടകരമായ ഉള്ളടക്കം, സ്വയം ഉപദ്രവിക്കുന്നതോ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്നതോ ആയ വെല്ലുവിളികൾ, ചാലഞ്ചസ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വെറുപ്പ് ഉളവാക്കുന്ന സംസാരം, ഹേറ്റ് സ്പീച്ച്, ജാതി, മതം, ലിംഗം, ശാരീരിക വൈകല്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ അധിക്ഷേപിക്കരുത്. ലൈംഗികതയും നഗ്നതയും അശ്ലീലമായ വീഡിയോകൾ യൂട്യൂബ് അനുവദിക്കില്ല. പീഡനം, ഹറാസ്മെന്റ്, സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ വ്യക്തികളെ അപമാനിക്കുന്ന തരം വീഡിയോകൾ പാടില്ല. കുട്ടികളുടെ സുരക്ഷ, കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഉള്ളടക്കവും അനുവദിക്കില്ല. 2. പകർപ്പവകാശം, കോപ്പിറൈറ്റ് പോളിസി. മറ്റൊരാൾ നിർമ്മിച്ച വീഡിയോയോ സംഗീതമോ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. സംഗീതം, സിനിമകളിലെ പാട്ടുകളോ മറ്റു മ്യൂസിക് ആൽബങ്ങളോ അനുവാദമില്ലാതെ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കാം. വീഡിയോ ദൃശ്യങ്ങൾ, മറ്റൊരാളുടെ ചാനലിലെ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് സ്വന്തം ചാനലിൽ ഇടുന്നത് പകർപ്പവകാശ ലംഘനമാണ്. ഫെയർ യൂസ്. ഫെയർ യൂസ്, പഠനാവശ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ചെറിയ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അനുവദനീയമാണ്. 3. മോണിറ്റൈസേഷൻ പോളിസി. മോണിറ്റൈസേഷൻ പോളിസി. യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങളാണിവ. അനുകരണങ്ങൾ ഒഴിവാക്കുക. മറ്റൊരാളുടെ ഉള്ളടക്കം എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താതെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് റീയൂസ്ഡ് കണ്ടന്റ് പണം ലഭിക്കുന്നതിന് തടസ്സമാകും. പരസ്യ സൗഹൃദമാകുക. അമിതമായ അസഭ്യവാക്കുകൾ അല്ലെങ്കിൽ അക്രമം നിറഞ്ഞ ദൃശ്യങ്ങൾ ഉള്ള വീഡിയോകളിൽ പരസ്യങ്ങൾ ലഭിക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. യൂട്യൂബിന്റെ നിയമങ്ങൾ തുടർച്ചയായി 3 തവണ ലംഘിച്ചാൽ 3 സ്ട്രൈക്സ്. നിങ്ങളുടെ ചാനൽ എന്നേക്കുമായി നീക്കം